ചേച്ചി എങ്ങനെയാണ്, അതായത് സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം തന്നെ ആയിരുന്നോ കുഞ്ഞുനാളിൽ മുതൽ? അതോ പഠിച്ച് വലിയ ഭയങ്കര സംഭവങ്ങളൊക്കെ പഠിത്തം എന്ന് പറയുന്ന സാധനം എന്റെ നിഘണ്ടുവിലില്ല. എന്റെ അച്ഛനമ്മയ്ക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഞാൻ അങ്ങനെ ഒരു വലിയ ചേച്ചി കണ്ടപ്പോൾ ആവാനായി അങ്ങനെയൊക്കെ എനിക്ക് ലുക്ക് മാത്രമേ ഉള്ളൂ. അതെല്ലേ. ഞാനിവിടെ ആക്ച്വലി അച്ഛൻ ബാങ്കിലായിരുന്നു. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ടു വാൻഡ്രത്ത് വന്നപ്പോഴാണ് ഇതുപോലെ കോമ്പയറിംഗ് അങ്ങനെ ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ശിവമോഹൻ തമ്പി സാറിന്റെ അസൂയപ്പൂക്കൾ എന്ന് പറഞ്ഞ സീരിയലാണ് എന്റെ ഫസ്റ്റ് വർക്ക്. അസൂയപ്പൂക്കൾ. ബോബൻ ചേട്ടൻ എന്താ പറയാറ് സിനിമകൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ? രശ്മിക്കൊരു മസിൽ പിടുത്തമുണ്ടെന്ന് പറയും. മസിൽ പിടുത്തമുണ്ട്, അഭിനയത്തിലൊരു മസിൽ പിടുത്തമുണ്ട്. ഫ്രീ ആവും പക്ഷെ ഇത്രയും കൊല്ലായിട്ട് ഞാൻ ഫ്രീ ആയിട്ടില്ല എന്ന് മാത്രം. ബോബൻ ചേട്ടൻ പറഞ്ഞു പടുത്തു. ഇനി ബോബൻ ചേട്ടൻ അതായത് ആദ്യ സിനിമയിൽ തന്നെ രശ്മി ചേച്ചിക്ക് ഒരു വേഷം, അപ്പം അത് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണോ അതോ രശ്മി ചേച്ചിയുടെ നിരന്തരമായിട്ടുള്ള ഒരു അല്ലല്ല, ഫസ്റ്റ് സിനിമയിൽ വേഷം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നിരന്തരം പിന്നെ ആകെ അഭിനയിച്ചത് അവസാനത്തെ സിനിമയിൽ മാത്രമാണ്. അത് പിന്നെ ഞാൻ അന്ത്യശാസനം കൊടുത്തു. ഇതിലെങ്കിലും ഒരു ക്യാരക്ടർ തന്നില്ല ഞാൻ ഇതിനകത്തൊരു അല്ല, ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഇരുന്ന് ഉച്ചയ്ക്ക് ബ്രേക്ക് പറഞ്ഞു ഫുഡ് എടുത്തോണ്ട് എനിക്ക് ഏതെങ്കിലും മൂല പോയിരുന്ന് കഴിക്കാം. ഭാര്യ അവിടെ ഉണ്ടെങ്കിൽ കഴിച്ചോ ഇല്ല ഇനി കൂടെ കഴിക്കണം, എന്തൊക്കെ മെനക്കേടുകൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ ഒരു ആവശ്യം നമുക്ക് ഒഴിവാക്കാം. ടെൻഷൻ അടിക്കുമല്ലോ എന്ന് കരുതിയിട്ടാ, അല്ലാതൊന്നുമല്ല. ഇനി അടുത്ത സിനിമയിലും ഇതേപോലെ തന്നെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ചേച്ചി നമ്മൾ കരഞ്ഞോണ്ടിരുന്നാല് നമുക്ക് ഇപ്പൊ ഞാൻ മാറ്റിപ്പിടിച്ചു. നിങ്ങൾ എനിക്ക് വേഷം തരണ്ട, എന്റെ കഴിവറിയുന്ന ബാക്കിയുള്ള സംവിധായകരുണ്ടാവും, അവര് വിളിക്കും. ഇനി നിങ്ങളെ പടത്തിൽ അപ്പൊ നിങ്ങള് എന്നെ ഇത് ചെയ്യരുത്, അതായത് ചോദ്യം ചെയ്യാൻ വരരുത്, അത്രേ ഉള്ളൂ. ഈ ഒരു സബ്ജക്ട് തെരഞ്ഞെടുക്കാൻ ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്? അതായത് കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാം ഒരു ഹ്യൂമർ ജോണറിലുള്ള ഞാൻ കൂടുതലും ഈ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന റിലാക്സ്ഡ് ആയിട്ടുള്ള സിനിമ. നമ്മളിപ്പോ ഒരു 100 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുമ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് തലപോയിക്കേണ്ട കാര്യമില്ല, കണ്ട് രസിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള സിനിമകളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. പക്ഷേ ത്രില്ലർ ജോണറിൽപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഞാനിപ്പോൾ അടുത്തത് ഉടനെ ചെയ്യാൻ പോകുന്നത്. ത്രില്ലർ ജോണറാണ്. ഇപ്പം വികടകുമാരനാണെങ്കിലും അതിനകത്തൊരു ഹ്യൂമർ ആണെങ്കിലും ഒരു ത്രില്ലർ മൂഡാണ്. അത് റൊമാൻസ് ആയാലും ഒരു ത്രില്ലർ മൂഡാണ്. പക്ഷെ അതിനൊരു ഹ്യൂമർ പരിവേഷം കൊടുത്തുകൊണ്ടാണ് അതൊരു ഹ്യൂമർ സിനിമ എന്നുള്ള രീതിയിലാണ് പോയത്. ത്രില്ലറായിട്ട് മാത്രം ഞാനിപ്പോ ഒരു സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം സ്ക്രിപ്റ്റ് ഒക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. ഫീമെയിൽ ഓറിയന്റഡ് ഒരു ത്രില്ലർ സബ്ജക്റ്റ് ആണ്. അത്ര മാത്രമേ നമ്മളിപ്പോ പുറത്തു വിടുന്നുള്ളൂ എന്നുള്ളതാണ് അതിന് സത്യം.